വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ അഫിലിയേറ്റ് പ്രോഗ്രാമിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ നമ്മുടെ ആപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ വിഷ് ലിങ്ക് എന്നുള്ള ആപ്പിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷ് ലിങ്ക് ആപ്പിനെ പറ്റി അറിയാൻ വേണ്ടി കുറേ പേര് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു വിഷ് ലിങ്ക് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അഫിലിയേറ്റ് പ്രോഗ്രാമിന്, അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അഫിലിയേറ്റ് പ്രോഗ്രാം എന്നാണ് അതിനെ പറയുക. അത് എന്താണെന്ന് അറിയാത്തവർ, അതായത് അഫിലിയേറ്റ് പ്രോഗ്രാം അതെന്താ സാധനം എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു ദിവസമാണ് ഈ ഒരു 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അഫിലിയേറ്റ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത് സംഭവം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വെച്ചാൽ ഞാൻ ഇതിൻ്റെ വിഷ് ലിങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ ഈ ഒട്ടും വലിച്ചിട്ടുള്ള നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട് നിങ്ങൾ ഈ ഒരു ആപ്പിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിൽ 500 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ 2000 ഫോളോവേഴ്സാണ്. 1500 ആണെങ്കിലും കുഴപ്പമില്ല, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്കിപ്പോൾ 2000 ഫോളോവേഴ്സ് ഇല്ല, 1500-നേക്കാളും മുകളിലാണ് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി. ഇപ്പോൾ യൂട്യൂബിൽ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ കണക്ട് ചെയ്ത് സംഭവം ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു 1500 ഫോളോവേഴ്സ് ഉണ്ടായാൽ മതി. ഇതിലേതെങ്കിലും രണ്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതിലൊന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ സംഭവം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് മെസ്സേജ് പോകുന്നത് എങ്ങനെയാണ്, അതുപോലെ ഇതിന് എങ്ങനെയാണ് ഈ ലിങ്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പൈസ നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് അടക്കം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ടൊരു എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇത് ഈ ഒരു ആപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ വേണ്ടി പോവാണ്. ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട തന്നെ കാണാം, കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാൻ വേണ്ടി പോകണില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് വീണ്ടും ഇതിലുള്ള കാര്യം തന്നെ വീണ്ടും വന്ന് കമൻറ്റ് ചെയ്തിട്ടോ മെസ്സേജ് ചെയ്തിട്ടോ ചോദിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണാണ്ട് പിന്നെയും വന്ന് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ 2 കാര്യം നിങ്ങളുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ മുകളിലുള്ള 31 രൂപ 37 പൈസയും അതുപോലെ തന്നെ താഴെ കാണുന്ന 672 രൂപയും. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇനി നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഓർഡർ കമ്മീഷൻ ടുഡേ എന്നുകൊണ്ട് കാണുന്നത് ഇന്നത്തെ കമ്മീഷനാണ്. അതായത് ഞാൻ കുറേ വീഡിയോസിൻ്റെ, അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഇതുപോലെ അഫിലിയേറ്റ് ലിങ്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാം വഴിയായിട്ടും അതുപോലെ യൂട്യൂബിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മുന്നിട്ടിട്ടുള്ള വീഡിയോൻ്റെ ലിങ്കിൽ നിന്നൊക്കെ ആരൊക്കെ ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ള പൈസ ആണ് ഈ കാണുന്ന 31 രൂപ 37 പൈസ. ഇനി നിങ്ങൾ ഈ താഴെ കാണുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബറിൽ എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള 672 രൂപയാണ് ഈ താഴെ കാണിക്കുന്നത് കേട്ടോ. അതായത് കഴിഞ്ഞ മാസം നിങ്ങൾക്ക് എനിക്ക് കയറിയിട്ടുള്ള പൈസ അമൗണ്ട് താഴെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ മാസം, ഇതിപ്പോൾ നവംബറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് നമുക്ക് ഡിസംബർ 10-നാണ് നമുക്ക് ക്രെഡിറ്റ് ആവുക. അങ്ങനെ ഓരോ മാസത്തെ പിറ്റത്തെ മാസം 10-ാം തീയതി ആയിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണെന്ന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഫുൾ ഡീറ്റെയിൽസ് ആണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് കാണാം ഹോം, അതുപോലെ മൈ ഷോപ്പ്, ബ്രാൻഡ്സ്, അനലിറ്റിക്സ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് കാണാം. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലസിൻ്റെ ഓപ്ഷനും കാണാം. അപ്പോൾ ഈ ഒരു പ്ലസിൻ്റെ ഓപ്ഷൻ വെച്ചിട്ട്, അതായത് ഈ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യണത് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ ഒരു പ്ലസിൻ്റെ ഈ ഒരു പ്ലസിൻ്റെ ഓപ്ഷൻ ഞെക്കണ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ 4 ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ഫസ്റ്റത്തെ വെച്ചാൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്, രണ്ടാമത്തെ യൂട്യൂബ് പോസ്റ്റാണ്, പിന്നെ ഒരു പ്രൊഡക്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ സിംഗിൾ പ്രൊഡക്റ്റ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് ഉള്ളത്. ഇതിൽ ഈ ഒരു പ്രൊഡക്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അറിയാം, ഫുള്ളായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് നമ്മൾ സിംഗിൾ പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അതായത് നമ്മുടെ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഏതെങ്കിലും വീഡിയോ വേണമല്ലോ. അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോയിലുള്ള ലിങ്ക്, ആ ഒരു വീഡിയോയിലുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്കാണല്ലോ നമ്മൾ കൺവേർട്ട് ചെയ്യുക. അതൊന്നും ഇല്ലാണ്ട്, അതായത് വീഡിയോ ഇടണമെന്നേ ഇല്ല. ഞാൻ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ തന്നെ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്കിപ്പോൾ വെറുതെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഞാൻ എങ്ങനെ ഉദാഹരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വെറുതെ ഞോണ്ടിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ അതിന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ, ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരത്തേക്ക് ഒരു
ഒരു ഡ്രസ്സ് വേണമെന്ന് വിചാരിക്കുക, അവൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ അവിടെ അടുത്ത് പോയി പറയാം, എടി ഞാൻ ലിങ്ക് അയച്ചു തരാം, അത് ക്ലിക്ക് ചെയ്തിട്ട് നീ ഓർഡർ എന്തെങ്കിലും നീ വാങ്ങാൻ പോകല്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് പോയിട്ട് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷനിൽ പോയിട്ടാണ് നമ്മുടെ അഫിലിയേറ്റ് ലിങ്കായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ലിങ്കാണ് നമ്മുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യണമെന്നില്ല. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മീഷോന്നോ മിന്ത്രോന്നോ ഏത് ആപ്പിൽ നിന്നാണെങ്കിലും ആമസോണിന്നോ ഏത് ആപ്പിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക, ഇതിൽ വന്ന് കൺവേർട്ട് ചെയ്യാം. അതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇതിൽ ലിങ്ക് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ഒരു ലിങ്കാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫ്ലിപ്കാർട്ട് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ നേരെ ബേക്കടിച്ചിൽ ഞാൻ ഫ്ലിപ്കാർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് ലിങ്കാണ്, ഇപ്പോൾ ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഏത് പ്രൊഡക്റ്റിൻ്റെ ഇപ്പോൾ കാണിച്ചു തരും, ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് ഞാൻ അതിൽ ഷെയർ ചെയ്തത് കോപ്പി ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഫ്ലിപ്കാർട്ട് എടുക്കുന്നത് ഈ ഒരു സൈഡിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഞെക്കിയിട്ട് ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഞെക്കാം. അതിനുശേഷം നമ്മൾ ഈ ആപ്പ് എടുത്തിട്ട് ഇതിൽ ഈ ഒരു പേസ്റ്റ് യുവർ പ്രൊഡക്റ്റ് ലിങ്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കാണാനില്ലേ, അവിടെ നമ്മൾ വെറുതെ പോയിട്ട് ആ ലിങ്ക് കോപ്പി ചെയ്യുക, കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അവർ പ്ലീസ് വെയിറ്റ് എന്ന് പറയും. എന്നിട്ട് നമ്മുടെ അഫിലിയേറ്റ് ലിങ്കായിട്ട് അവർ കൺവേർട്ട് ചെയ്ത് തരും. ഇത്ര ഭയങ്കര ഈസിയാണ്. നമുക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെ വേണമെങ്കിലും എന്താ പറയുക ലിങ്ക് ഇതുപോലെ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഷെയർ യുവർ വിഷ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പിൽ എഴുതിയിരിക്കുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഇങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള ലിങ്കുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ നിരന്തരാന്നിട്ട് സിംഗിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാനില്ലേ, അവിടെ നിങ്ങൾ ഇതുവരെ കൺവേർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ലിങ്കിൻ്റെ പ്രൊഡക്റ്റ് ഇതുപോലെ കാണാനായിട്ട് പറ്റും. എന്നിട്ട് ഇതേ നമ്മളിപ്പോൾ ഈ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയർ എന്നിട്ടുള്ള ഓപ്ഷനിൽ അത് വെറുതെ ഞെക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കീബോർഡിൽ ഓൾറെഡി ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ആർക്ക് വേണമെങ്കിൽ അതായത് വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ബയോയിൽ ഞാൻ ഒരു ലിങ്ക് ട്രീയുടെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ട്രീയിൽ നിൽക്കും, അത് നമ്മൾ ഷോർട്സ് ചെയ്യുന്ന സമയത്ത് പറയില്ലേ, ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയില്ലേ, അതുപോലെ ബയോയിൽ നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആൾക്കാർ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. അങ്ങനത്തെ രീതിയിൽ ഈ ഒരു സംഭവം വർക്ക് ചെയ്യണം. അതിനാണ് ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ഭയങ്കര ഈസിയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിൻ്റെ കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വട്ടോടി കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ യൂട്യൂബിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു പ്ലസ് ഞെക്കണ സമയത്ത് യൂട്യൂബ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അത് ഞെക്കണ സമയത്ത് നമ്മൾ ഇതുവരെ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നമുക്ക് ഇവിടെ നിരാന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെയും അതുപോലെ യൂട്യൂബിൻ്റെയും അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്യണമെന്ന് പറയാനായിട്ട് കാര്യം. അതായത് അവർ പറയാനുള്ള കാരണം ഇതാണ്, നമ്മുടെ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നമുക്ക് ഇതുപോലെ നിരത്തി കാണാം. ലോഡ് മോർന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് നമ്മൾ മുന്നോട്ടിട്ടുള്ള വീഡിയോസും എല്ലാതും ഇതുപോലെ ലോഡ് ചെയ്ത് വരും, നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മാൾസിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ വെച്ചിട്ടുള്ള ഇതാണ് ഞാൻ ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാൾസിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം അവർ ഇതിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഞാൻ മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആഡ് പോസ്റ്റ് ഞെക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ ഈ ഒരു ലിങ്ക്, അതായത് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് നമുക്കിവിടെ കോപ്പി ചെയ്യണം. അപ്പോൾ നമുക്കതിന് മീഷോ എന്ന് വേണമെങ്കിൽ എടുക്കാം, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം, മിന്ത്ര എന്ന് വേണമെങ്കിൽ എടുക്കാം, ആമസോണിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഏത് ആപ്പിൽ നിന്ന് വേണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമാണ്. ഏത് ആപ്പിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോഴും എടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിന് ഞാൻ ഫ്ലിപ്കാർട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലിപ്സ്റ്റിക്ക് എടുക്കുക. അതിന് ശേഷം നമ്മുടെ ഏത് ഷെയ്ഡാണ്, ഞാനിപ്പോൾ ഖൂബ്സൂരത് കുച്ചുപിടി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഷെയ്ഡ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഞെക്കി കോപ്പി ലിങ്ക് എന്നുള്ളത് ഞെക്കി. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് നമുക്കിവിടെ കോപ്പി എന്താ പറയുക പേസ്റ്റ് യുവർ പ്രൊഡക്റ്റ് ലിങ്ക് ഹിയർ എന്നുകൊണ്ട് കാണാം. അവിടെ നമ്മുടെ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി കൺവേർട്ട് ആൻഡ് ആഡ് പ്രൊഡക്റ്റ് എന്നിട്ട് കാണാം, അത് ഞെക്കാം. ഇപ്പോൾ അവർ നമ്മുടെ ഈ ഒരു വിഷ് ലിങ്കായിട്ട് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് നമ്മുടെ ആ ഒരു വീഡിയോ വെച്ചിട്ടുള്ള മീൻസ് ആ വീഡിയോ അടക്കം ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വീഡിയോ അടക്കം അവർക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി പ്രിവ്യൂ പോസ്റ്റ് വിഷ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി നമ്മുടെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രിവ്യൂ വെക്കുന്ന സമയത്ത് ഇതേപോലെയാണ് അവർ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് കാണാം. മനസ്സിലായി? നമ്മുടെ വീഡിയോയും മുകളിൽ കാണാം. അതിനുശേഷം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കും ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്നിട്ട് പോസ്റ്റ് ഞെക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു
ഇപ്പോൾ ഞാൻ 2 വട്ടം ഈ ഒരു സെയിം വീഡിയോ വെച്ചിട്ട് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അത് കളയേണ്ടി വന്നിട്ട് ആ ഒരു വീഡിയോ സൗണ്ട് റെഡി ആയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വെച്ചിട്ട് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് ഞാൻ അഫിലിയേറ്റ് ലിങ്കായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ഈസിയാണ്. ഇനി ഞാൻ ഈ ഒരു ലിങ്ക് ഇവിടെ ഷെയർ എന്നുള്ളത് നിൽക്കുമ്പോൾ തന്നെ അവിടെ കോപ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ബയോയിൽ പോയിട്ട് നമുക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് ട്രീ എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എല്ലാ ലിങ്കും ഒരു ആപ്പിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ഇങ്ങനെ നിരന്തരാന്ന് കൊടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനലിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലിങ്ക് ട്രീ എന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ കാണാം. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൻ്റെ ബയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോ എടുത്തിട്ട് അതിൽ പോയിട്ട് അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യും. അതനുസരിച്ചിട്ടാണ് നമുക്ക് കമ്മീഷൻ കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് യൂട്യൂബിൻ്റെ കാര്യം, അങ്ങനെയാണ് പോണത്. ഇനി ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഓട്ടോമാറ്റിക് ലിങ്ക് പോണത്, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് അടുത്ത് പറയാൻ വേണ്ടി പോണത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റിനാണ് നമ്മൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് വർക്ക് ചെയ്യില്ല. അതുപോലെ കമൻറ്റ് ബോക്സ് കൺട്രോൾ ചെയ്യാനുള്ളൊരു സംഭവം ഈ ഒരു ആപ്പിനില്ല. യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് കൺട്രോൾ ചെയ്യാനുള്ള എന്താ പറയുക കാര്യങ്ങൾ ഇതിലില്ല. നമ്മൾ ഈ ലിങ്ക് ബയോയിൽ കൊടുക്കേണ്ടത് നമ്മൾ വേറെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. അല്ലാണ്ട് നമുക്ക് യൂട്യൂബിൽ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ലിങ്ക് അവർക്ക് ഷെയർ ചെയ്യും, ആൾക്കാർക്ക് ഷെയർ ചെയ്യും. അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കമൻസിന് റിപ്ലൈ കൊടുക്കും. അതൊക്കെ ഈ ആപ്പ് തന്നെ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ഞെക്കേണ്ടത്. ഇത് ഞെക്കിയതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുള്ള, അതായത് ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാ വീഡിയോസും ഇതുപോലെ നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോസ് കണ്ട പോലെ തന്നെ എല്ലാ റീൽസും ഇതുപോലെ നിരത്തി കാണാനായിട്ട് പറ്റുന്നത്. ലോഡ് മോർന്ന് നിൽക്കുന്തോറും നമ്മുടെ താഴേക്കുള്ള വീഡിയോസ് തന്നെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ എന്താ പറയുക കമൻറ്റ് കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ ഇത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോണത്. ശ്രദ്ധിച്ച് കേൾക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ടിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കിൻ്റെ, അതായത് മൈഗ്ലാമിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ യൂട്യൂബിൻ്റെ അത് ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് എന്താ പറയുക ക്രയോൺ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് ഫ്ലിപ്കാർട്ടിന്നോ മീഷോന്നോ ഏതെങ്കിലും കോപ്പി ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് തന്നെ യൂസ് ചെയ്യാണ്. ഇനി നമ്മളിതിൽ പോയിട്ട് ഇതിൽ കോപ്പി ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂട്യൂബിൽ നിന്ന് നിറച്ച് ചെയ്തില്ല, അതേപോലെ തന്നെ കോപ്പി ചെയ്യുക, അതിന് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പോസ്റ്റുകളിൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഓൾറെഡി ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാത്തത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ചിഹ്നം, അതുപോലെ ക്രയോൺ പറഞ്ഞിട്ടുള്ളൊരു ഈ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പം ഞാൻ ഈ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റഗ്രാം റീൽസിൽ എങ്ങനെയാണ് കമൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്, കമൻറ്റിന് റിപ്ലൈ എങ്ങനെയാണ് പോകുന്നതാണ് ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഈ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക് വേണമെങ്കിൽ നമുക്കിതുപോലെ ഷെയർ എന്നുള്ളത് ഞെക്കിയിട്ട് നമുക്ക് വാട്സപ്പിലോ ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്ത് അവരോട് അത് വാങ്ങാൻ വേണ്ടി പറയാം. നമുക്ക് അതുവഴി കമ്മീഷനൊക്കെ കിട്ടുന്നതാണ്. അതല്ലാണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കമൻറ്റ് എങ്ങനെയാണ് റിപ്ലൈ പോകുന്നതാണ് നമ്മുടെ അടുത്ത് നോക്കാൻ വേണ്ടി പോണത്. അതിന് നമ്മൾ ഈ ഹോം പേജ് എടുക്കാം. ഹോം പേജ് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 3 ഓപ്ഷൻ ഇതുപോലെ കാണാനായിട്ട് പറ്റും. അതായത് റിവാർഡ്സ്, സോഴ്സിങ്, പിന്നെ എൻഗേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഈ ഒരു എൻഗേജ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ എൻഗേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഫുൾ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സ്ക്രീൻഷോട്ട് അടക്കം അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കമൻസിന് റിപ്ലൈ പോണതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ എൻഗേജ് കമൻറ്റ് എന്നുണ്ട്, എൻഗേജ് ഷെയർ എന്നുണ്ട്. അപ്പോൾ ഇതെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എൻഗേജ് കമൻറ്റ് അതുപോലെ എൻഗേജ് കമൻറ്റ് റിപ്ലൈസ് എന്നുള്ള 2 ഓപ്ഷൻ കാണാം. അത് രണ്ടും ഓൺ തന്നെയല്ലേ എന്നുള്ളത് മെയിനായിട്ട് ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഇത് 2 ഓണല്ലേ എന്നുള്ളത് എന്തായാലും ശ്രദ്ധിച്ചോളൂ. അതിനുശേഷം നമുക്ക് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ നല്ല കൺഫ്യൂഷൻ വരും. ഞാൻ പറയണത് നല്ല സ്പീഡിലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അതായത് ഇനി നമ്മളിവിടെ സെറ്റ് ട്രിഗർ കീവേഡ്സ് എന്നുള്ളത് കാണാം. അതായത്
നമ്മുടെ ഈ ഒരു ഞാനിപ്പോൾ ഈ ക്രയോൺ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് എന്ത് കമൻറ്റ് വരുമ്പോഴാണ് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ പോകേണ്ടത്, എന്ത് കമൻറ്റ് വരുമ്പോഴാണ്, മനസ്സിലായില്ലേ, എന്ത് കമൻറ്റ് ആൾക്കാർ ഇടുമ്പോഴാണ് അതിന് റിപ്ലൈ പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ആൾക്കാർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് എന്നുള്ളത് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യാനുള്ള സാധ്യത, പ്രൈസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രൈസ് പ്ലീസ് എന്നുള്ളത് ഞെക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ എന്തൊക്കെ ഞെക്കി കൊടുക്കണം, അതിൽ ഏതെങ്കിലും ഒരു മീൻസ് ഏതെങ്കിലും ഒരു കമൻറ്റ് ആരിട്ടാലും അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റിപ്ലൈ പോകും. അപ്പോൾ അതാണ് എന്ത് കമൻറ്റ് വരുമ്പോഴാണ് റിപ്ലൈ പോകേണ്ടതെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിപ്ലൈ പോകേണ്ടതെന്ന് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കാനായിട്ട് കേസേ. അപ്പോൾ ഇത് എന്ത് കമൻറ്റാണ് റിപ്ലൈ പോകേണ്ടതെന്നുള്ളതാണ് താഴെ ഈ കാണുന്നത്. ചെക്ക് ഡി എം എന്നാണോ, അല്ലെങ്കിൽ ചെക്ക് യുവർ ഡി എം എന്നാണോ, പ്ലീസ് ചെക്ക് ഡി എം എന്നാണോ, എന്താണ് നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് റിപ്ലൈ ആണ് പോകേണ്ടതെന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോണേ, എന്താ പറയുക, എന്താ ഇപ്പോൾ ഒരു ഉദാഹരണം കിട്ടുന്നില്ല, എന്തേമേ ചെക്ക് യുവർ ഇൻബോക്സ് എന്നോ, ചെക്ക് യുവർ ഇൻബോക്സ് പ്ലീസ് ചെക്ക് യുവർ ഇൻബോക്സ് എന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യണേ, പ്ലീസ് ചെക്ക് യുവർ ഇൻബോക്സ്, കീബോർഡ് ചതിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് റിപ്ലൈ ആണ് അവർക്ക് പോകേണ്ടത് അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തോരം വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ വീഡിയോയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു റിപ്ലൈ, അതായത് ഈ പ്ലീസ് ചെക്ക് യുവർ ഡി എം എന്നോ, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കമൻറ്റ് റിപ്ലൈ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ടും അവർ സെൻഡ് ചെയ്യും. അത് സെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുത്ത് പോസ്റ്റ് ആഡ് ചെയ്തില്ലേ, നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സ്റ്റെപ്പ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു വട്ടം ചെയ്താൽ മതി. ഇത് എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു വട്ടം ഈ ഒരു സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പേജ് എടുക്കേണ്ടേ ആവശ്യമില്ല. നമ്മൾ നേരത്തെ ചെയ്യേണ്ടതില്ലേ അത് ചെയ്യണം. അതായത് ഓരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഒരു വിഷ് ലിങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ ലിങ്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പില്ലേ ആ സെയിം സ്റ്റെപ്പ് വെറുതെ ചെയ്താൽ മതി. ബാക്കി ഈ ഒരു കമൻറ്റ് റിപ്ലൈ പോകേണ്ട കാര്യങ്ങളൊക്കെ ഈ ആപ്പുകാർ തന്നെ ചെയ്തോളൂ. ലാസ്റ്റായിട്ട് ഫുൾ ആയിട്ടൊന്ന് ക്ലിയർ ചെയ്തും കൂടി പറഞ്ഞാൽ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. ഒട്ടും വലിച്ചു നീട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷൻ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഗീസ്. അപ്പോൾ ഈ ഒരു മൈ ഷോപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലെ കൺവേർട്ട് ചെയ്തില്ലേ ഈ ഒരു വീഡിയോ വെച്ചിട്ട് എന്താ പറയുക ആ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലിങ്ക് എടുത്ത് ഞാൻ ഇതിൽ കോപ്പി ചെയ്ത് കൺവേർട്ട് ചെയ്തു. ഇത്രയും മാത്രം മതി. ഇനി ഈ ഒരു വീഡിയോയ്ക്ക് ആരും അതിന് ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താലും ആ ഒരു കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ എന്ത് ചെയ്യും, റിപ്ലൈ, അതായത് ചെക്ക് യുവർ ഡി എം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും അതായത് കമൻറ്റും ഇവർ റിപ്ലൈ തന്നെ കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അവരുടെ മെസ്സേജ്, അവർക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ സെൻഡ് ചെയ്യും. മനസ്സിലായല്ലോ, ഇതാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു റീൽസ് ആരും എനിക്ക് ഷെയർ ചെയ്തിട്ട് കഴിഞ്ഞാലും ആ ഒരു ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ഇവർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് അവർ ഷെയർ ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു റീൽസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കമൻസും അതുപോലെ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആഡ് പോസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്തത്. മനസ്സിലായോ ഗൈസ്? ഈ ഒരു പ്ലസ് ഞെക്കിയിട്ട് നമ്മളിവിടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഞെക്കിയിട്ട് ഇവിടെ ഏത് വീഡിയോ എടുത്തിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ടൈറ്റിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ആഡ് പോസ്റ്റ് ഞെക്കി കഴിഞ്ഞിട്ട് നമ്മൾ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട, തന്നെ നമ്മുടെ കമൻസ് ഫസ്റ്റത്തെ റൗണ്ട് മാത്രം നമ്മൾ ആ ഒരു എന്താ പറയുക എന്ത് മെസ്സേജാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു വട്ടം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെ ആയിക്കോളും. എനിക്ക് നിങ്ങൾ മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഇനി ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. വീണ്ടും പറയണതല്ല കേട്ടോ, ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയണതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. ഇനി നമുക്കിവിടെ അനലിറ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഒന്നും ലോഡ് ആവണില്ല കേട്ടോ. നെറ്റ് ഇന്നത്തെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ വാങ്ങിയിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് വെച്ചാൽ 760 രൂപയ്ക്കാണ് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ 760 രൂപയ്ക്ക് ആൾക്കാർ പർച്ചേസ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് 32 രൂപയാണ്. ഒരു ദിവസത്തെ കാര്യമായിട്ട് പറയുന്നത്. നമ്മളൊന്നും ചെയ്യാണ്ട് വെറുതെ എന്താ പറയുക, ജസ്റ്റ് ഒരു ലിങ്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമുക്ക്. മനസ്സിലായി? നമ്മൾ വെറുതെ ഇരുന്നിട്ടാണ് നമുക്ക് ഈ ഒരു 32 രൂപയെങ്കിലും കിട്ടും. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്ക് പൈസ കൊണ്ടു തരില്ലല്ലോ. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പൈസ കിട്ടുമ്പോൾ അതിനെ ചെറുതാക്കി കാണുന്നു വേണ്ട. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ടാണ് എന്താ പറയുക ഈ ഒരു 32 രൂപ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം മാത്രമായിട്ടൊരു വീഡിയോ, യൂട്യൂബിൻ്റെ കാര്യം മാത്രമായിട്ടൊരു വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും മനസ്സിലായുള്ളത് ഇല്ലയോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ. എനിക്ക് പിന്നെ എന്താ പറയുക, എന്തൊക്കെയോ ഒരു ആശ്വാസമാണ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു വിഷ്ലിങ്ക് ആപ്പിനെ പറ്റി അത് എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി കുറേ സെർച്ച് ചെയ്യുന്നുണ്ട്. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ലിങ്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്നെ ഒരു മെസ്സേജ് ഇത് എങ്ങനെയാണ് ഈ ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അറിയാത്ത കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. പിന്നെ മെയിനായിട്ട് ആരും ഇതിനെപ്പറ്റി പറഞ്ഞു തരാത്തത്, മലയാളത്തിൽ ആരും ഇതിനെപ്പറ്റി പറഞ്ഞു തരാത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഞാൻ അയച്ചു കൊടുക്കുന്ന ലിങ്ക് ഇത് ആരും വാങ്ങില്ല. അങ്ങനത്തെ കുശുമ്പുള്ള, അതായത് വാങ്ങുന്ന ആൾക്കൊരു നഷ്ടമില്ലെങ്കിൽ പോലും ഇവൾക്ക് പൈസ കിട്ടണ്ടെന്ന് വെച്ചിട്ട് ആരും ആ ലിങ്ക് വഴി വാങ്ങില്ല. എനിക്ക് കുഴപ്പമില്ല, നിങ്ങളങ്ങനെ വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളങ്ങനെ അങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാരുണ്ടായിരിക്കും. എനിക്കൊരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ ചെയ്തു എന്നുള്ളൂ. നഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു ഉപകാരം ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓഫറാണ്, എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അതിൽ അപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് റേറ്റ് കുറവിന് കിട്ടുകയാണ് ചെയ്യുക. ഇങ്ങനെ ലിങ്ക് വഴി ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ 1 രൂപ പോലും കൂടുതലായിട്ട് പോവില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക, അവൾക്ക് പൈസ കിട്ടണ്ട അങ്ങനത്തെ ഒരു മൈൻഡാണ് പിന്നെ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ആരും ഇങ്ങനെ ഇനി വാങ്ങാണ്ട് ഇരിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ആരും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ഒരുപാട് പേർക്ക് ഇത് അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ പോവുള്ളൂ, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അർത്ഥം. അപ്പോൾ യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ കുറേ പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഞാൻ മെയിനായിട്ട് കഴിഞ്ഞ അഫിലിയേറ്റ് പ്രോഗ്രാമിൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. ആപ്പ് നിങ്ങൾ പോയി സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, എൻ്റെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി കുറേ നാളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ആപ്പിൽ. നിങ്ങളുടെ അക്കൗണ്ടിലും ഒരു പ്രശ്നം വരില്ല. പൈസ കിട്ടാൻ 100% ഞാൻ ഗ്യാരണ്ടി പറയാം. വേറെ ഓരോ ആപ്പിലൊന്നും പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ടുകൾ, അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിലും യൂട്യൂബിൻ്റെ ആണെങ്കിലും അക്കൗണ്ട് ഒന്നും ദയവ് ഇത് കണക്ട് ചെയ്യരുത്, നിങ്ങളുടെ അക്കൗണ്ട് അടിച്ചു പോകും. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാച്ച് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ